എന്തായാലും ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ. മേലിൽ എന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ ചെരുപ്പ് മോന്തലിരിക്കും പറഞ്ഞേക്കാം. രോഹിണി ആ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. രോഹിണിക്ക് എന്നെ അടിക്കണം, ഒന്നോ രണ്ടോ അടിച്ചോ. പക്ഷേ ഇറങ്ങടോ, ഇറങ്ങടോ. എനിക്ക് തെറ്റിപ്പോയി ആശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. ആരും ഒപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് പോണ അവിടുത്തെ ഒരു പണി എടുക്കുന്നുണ്ടല്ലേ, അവിടെ ഇരുന്നാ മതി. നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഭാസ്കരോ, എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പാടാ. അല്ലാതെ ഞമ്മ രണ്ടാമത് ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കടിക്കുന്നുണ്ടോ? ഇല്ല. എന്താ വെച്ചാ കാര്യം വെച്ചാ പറ. കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കളിയാ. ആണേ, കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതുവരെയായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി, ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ. നമുക്ക് ഞാൻ നോക്കിയില്ല കരിമുക്ക, പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തേക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ പറയണം? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരിക്കും അല്ലേ? ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ആരുടെ ആളാരാണോ? ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി എന്താ? വരട്ടെ. നീ എന്താ പറഞ്ഞപ്പോ കേൾക്കാത്ത ഇവൻ വെറുതെ പറയല്ല, അത് നല്ല കുട്ടിയാ. രോഹിണി പോണ അവിടുന്ന്. ഭാസ്കര, എന്റെ അച്ഛനാണ് സത്യം. നോക്ക് നോക്ക്, നഗക്ഷതങ്ങൾ നോക്ക്. തേണ്ടി ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കുമല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മൊത്തം കണ്ടേ? എന്താണ് ഞങ്ങളെ കണ്ട്? അല്ല, നിങ്ങൾ കണ്ടല്ലേ? പടച്ചോനാണ് മുത്തു മോനെ ആരോട് പറയുന്നത് കേട്ടോ. അയാൾക്ക് കൂടി പിടിയും വലിയൊക്കെയായിരുന്നു. എന്റെ കുപ്പായ ആകെ നാശമായി. ഇതങ്ങനെയുള്ള പിടിയും വരുന്നല്ല. പിന്നെ എന്റെ ഒരു സുഖമുള്ള പിടിയും വലിയ എന്തായി? എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? അല്ല, ഇപ്പൊ ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കയറി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഊണി. നിങ്ങളെങ്ങനെ വിചാരിച്ചോ? ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. ഓക്കാണ് മോനെ. അറിയാന്നേ പറഞ്ഞല്ലേ പോകാം. ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. രോഹിണിക്ക് വല്ലതും ആവശ്യമുണ്ടോ? വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോകണ്ടേ? എനിക്കൊന്നും വേണ്ട. അഥവാ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട. ഭാസ്കരേട്ടനെ അന്യനായിട്ട് കാണണ്ട. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും. ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്തു പറയില്ല. രോഹിണിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ സത്യം ചെയ്യാം. കൈ അടിച്ച് ഞാൻ സത്യം ചെയ്യാം. ഇതെന്താ ഇത്? അതല്ല, ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കുക. അല്ല, എനിക്ക് കൈ നോക്കാൻ അറിയാം. ഞാൻ തമാശ പറഞ്ഞല്ല. അല്ല, ഭാഗ്യരേഖയുടെ ഉടക്കല്ലേ? നീ വലിയ ശീലാവധി അറിയൊന്നും വേണ്ട. എല്ലാവരും വന്നോന്ന് എന്തു ആവാന്നോ? അല്ലടാ, ഞാനിപ്പോ ചെന്നില്ലായിരുന്നു. എന്താ അതിന്?
നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കയറ്റും അല്ലടാ. ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയതാ. അതെ, എന്നിട്ട് എന്നെ കയറി പിടിക്കാവുന്നത്. ഈ എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. അയ്യോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ? ഞാൻ വന്നപ്പോ മാത്രം ഒച്ച വെച്ചു. ഇവന്മാരെ അങ്ങോട്ടൊന്നില്ലേ? ഞാനോ? ഈ കരീമോ ഈ രാഘവനും. അനാവശ്യം പറയരുത് കേട്ടോ. അതാ ഈ നിഷ്കളങ്കയായ പെൺകുട്ടി എന്നെ പറ്റി അനാവശ്യം പറഞ്ഞു. നീ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞത്. നീയല്ലേ പറഞ്ഞു? നിങ്ങളാ പറഞ്ഞത്. നീയാ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ കുട്ടി നല്ല കുട്ടിയാണ്. ഞാനത് നിങ്ങളാ പറഞ്ഞത്. ഒരു കാര്യം രണ്ടുപേരും പറഞ്ഞു. ഞാൻ പറഞ്ഞതാ. പറഞ്ഞു. ഞാൻ പറഞ്ഞു. പറഞ്ഞു. ഞാൻ പറഞ്ഞതാ. പറഞ്ഞു. ഞാൻ പറഞ്ഞു. നമ്മളെ ബാക്കി മര്യാദക്കൂടെ കഴിഞ്ഞില്ല. എല്ലാത്തിനും ഞാൻ വിഷം തന്ന് കൊല്ലും. ഇതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഞാൻ ചാവും. പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ, പല തരക്കാരാ. എല്ലാരും എനിക്ക് ആളാൻ വീതം നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല. സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ. ഇവിടെ ഏത് പെണ്ണിന് എന്ത് സംഭവിച്ചാൽ അതെന്റെ പെണ്ണിലേക്ക് വരൂ. എനിക്കൊരു ചീത്തപ്പേര് വന്നാൽ അത് ഈ സ്ഥാപനത്തിന് ചീത്തയാ. പിന്നെ പട്ടിണി കിടക്കേണ്ടി വരുന്നത് ഞാൻ മാത്രമല്ല. അത് ഓർമ്മ വേണം. എനിക്കിപ്പോ ഇത്ര പറയാനുള്ളൂ. അപ്പുറത്തേക്ക് പോ. എന്തമ്മേ, എന്താ ജോക്കർ? ജോക്കർ വരുന്നുണ്ട്. അശ്ലീലം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. ഇരുന്നു അവസാനം മാവുണ്ണാൻ നേരത്ത് കുറെ ചീട്ട് നിന്ന് വെള്ളം കുടിക്കുകയുള്ളൂ. ഇവിടുത്തെ അലമ്പ് കഞ്ഞേക്കാട്ടി നല്ലതാ. ഈ വീഡിയോസ് ഇല്ലാതെ കയറുന്നോട്ടാ തട്ടാ നിൽക്കുമ്പോ ഓരോരുത്തം പമ്പ പാടിക്കുന്നത്. ഒരു കാര്യം റിഹേഴ്സൽ നടത്താം നിന്റെ ഒത്ത്. മറ്റേതല്ല, നവീനം. അത് വേണ്ട. രാമായണം പഴയ രൂപത്തിൽ. രാമായണം പഴയ രൂപത്തിൽ തന്നെ. എല്ലാവർക്കും പഴയ വേഷങ്ങളും. അപ്പൊ സീതയോ? സീതയായിട്ടിപ്പോ എന്താ അവളുടെ പേര്? രോഹിണി. അവളായിക്കോട്ടെ. എന്താ എന്താ അവക്കൊരു കുറവ്? എന്താ അവക്ക് ഇനി കുറയാനുള്ളത്? സീത എന്ന് പറഞ്ഞ ആരാ? ഭൂലോക സുന്ദരി, ആജാന ബാഹു, അന്ന നട. ശരിയാ, ഓളെ പിടിച്ച് സീതയാക്കിയാലേ ഇവൻ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിയ പോലെ അപ്പൊ അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കെട്ടുന്നത്? ഒന്നല്ല 9 സീതയെ കിട്ടും. തിരക്കണം. എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടെങ്കിൽ വാ സാറ്. കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താന്ന്? ശ്രീരാമൻ മാറണം. എന്താ എന്നിട്ട് എന്തോ ഞാൻ പറഞ്ഞേ? ശ്രീരാമൻ മാറണം. എന്നിട്ട് ഞാൻ ശ്രീരാമനാ. അതിലും പേരെ ഇതാ. നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ. മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം. അതുകൊണ്ട് നമ്മൾ കേട്ട ശ്രീരാമന്റെ വേഷം ആരും ഒന്നും ആകണ്ട. ഞാൻ തന്നെ ശ്രീരാമൻ. പിന്നെ വളരെ പിള്ളേർ പറയുന്നതിനും കാര്യമുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാണ്. നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത്. കണ്ണി കണ്ട അലവലാദികളെ ശ്രീരാമൻ കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. ആരാ അലവലാദി? നിന്റെ കാര്യമല്ല. പിന്നെ നമ്മള് നീ മാത്രമേ ഉള്ളൂ അലവലാദി. ഓ ഞാനാണോ? ഇവിടെ വേറെ ആരും ഇല്ലേ? ഞാനാണോ അലവലാദി? പിള്ളേര് പറയുന്നത് കേട്ടില്ലാന്ന് പറഞ്ഞ ആരാണ് ശ്രീരാമനാകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട്.